വാഗ്ദാനം ചെയ്ത നടൻ മോഹൻലാലിനെ വ്ലോഗിലൂടെ അധിക്ഷേപിച്ച സംഭവത്തിൽ ചെകുത്താൻ യൂട്യൂബ് ചാനലിന്റെ ഉടമ അജു അലക്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ മഞ്ഞാടിയിലെ ഇയാളുടെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. വയനാട് പുനരധിവാസത്തിന് 3 കോടി രൂപ ധനസഹായം നൽകുമെന്ന മോഹൻലാലിന്റെ വാഗ്ദാനത്തിന് പിന്നാലെയായിരുന്നു യൂട്യൂബിലൂടെയുള്ള അധിക്ഷേപം. നടനെ അധിക്ഷേപിച്ച് നടന്റെ ആരാധകരിൽ വിദ്വേഷം ജനിപ്പിച്ച് സമൂഹത്തിൽ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചതായാണ് എഫ്ഐആർ. താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിലാണ് കേസ്. സന്തോഷം, സമാധാനം, ഇത്രയും സന്തോഷം തന്നൊരു ന്യൂസ് വേറെ എവിടെയില്ല, എവിടെ കിട്ടാനില്ല. അത്രയും സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതേപോലെയാണ് ഒരു വ്യക്തിനെ ഇത്രയും നാളായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞിങ്ങനെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചെകുത്താൻ എന്ന വ്യക്തി. ചെകുത്താനെ കുറച്ചു പേർക്ക് എന്നല്ല, ഒരുവിധം ആൾക്കാർക്കൊക്കെ നന്നായിട്ട് അറിയാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവനെ സപ്പോർട്ട് ചെയ്യുന്നവരും ചെയ്യാത്തവരായിട്ട് ഇഷ്ടം പോലെ വരുന്നത്. ആ ചെയ്യാത്ത കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇവനെ വിമർശിക്കണ്ടെന്നല്ല, പക്ഷെ സമൂഹത്തിന്റെ മുമ്പിൽ അവൻ എന്തുകൊണ്ട് വിമർശിക്കപ്പെടുന്നു എന്നുള്ളൊരു ചിന്ത വേണം. ഇതൊരുമാതിരി പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലി ഉണ്ട്, ചെകുത്താന് കുരിശ് കണ്ട പോലെ. ആ പഴഞ്ചൊല്ലി ഒരു പക്ഷെ ഇവന് തന്നെയായിരിക്കും ഏറ്റവും മാച്ച് ആവുന്നത്. കാരണം ചെകുത്താന് ആണല്ലോ കുരിശ് കണ്ടാൽ ഭയം. ചെകുത്താൻ ഈ ലാലേട്ടനെ എപ്പോ കണ്ടാലും ലാലേട്ടൻ ഒന്ന് തുമ്മിയ, ലാലേട്ടൻ ഒന്ന് തൂറിയ അവരെ അങ്ങ് ഇടുന്ന് വിമർശിച്ച് ഇവന്റെ തൊള്ളടയില്ല. അതാണ് ഇവന്റെ ഒരു പ്രത്യേകത. വയനാട് ദുരന്തം കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഉണ്ടായിരുന്നത്. അതിന് ശേഷമാണല്ലോ ലാലേട്ടൻ അവരുടെ ഒരു പദവി യൂസ് ചെയ്തുകൊണ്ട് അവിടെ പോയി സന്ദർശിച്ച് വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി 3 കോടി രൂപയ്ക്ക് കൊടുത്ത് അതൊക്കെ നമ്മുടെ ചെകുത്താനെ അതങ്ങോട്ട് പിടിച്ചില്ല. അപ്പോൾ ആളങ്ങോട്ട് അതിനെ പറ്റിയിട്ടൊരു ഭയങ്കരമായിട്ടൊരു 10-40 മിനിറ്റിന്റെ ഒരു വീഡിയോ ചെയ്ത് ലാലേട്ടൻ ഭയങ്കരമായിട്ട് തെറിയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടായിരുന്നു ആ വീഡിയോ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് ലാലേട്ടൻ അത് ക്ഷമിച്ചാൽ വിട്ടു. പക്ഷെ തന്റെ സഹപ്രവർത്തകന് ഇത്രയധികം രീതിയിലുള്ള വിമർശനങ്ങൾ ഇങ്ങനെ നേരിട്ടപ്പോൾ ആൾ ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്ന നേരെ പോയി കേസ് കൊടുക്കാണ്. അതിന്റെ ഒരു പത്രസമ്മേളനത്തിന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാം. നമ്മുടെ സിദ്ദിഖ് എന്താ പറഞ്ഞെന്നുള്ളത്. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ശരിയാണ്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം നമുക്ക് ഒരാളെ അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, മറ്റൊരാളെ കയ്യേറ്റം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. ആരെയും എന്തും പറയാമെന്നുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. നമുക്ക് ലിബർട്ടിയാണുള്ളത്, റെഗുലേറ്റഡ് ഫ്രീഡം എന്നാണ് പറയുന്നത്. ലിബർട്ടി, നമ്മുടെ ഫ്രീഡത്തിനും ഒരു റെഗുലേഷൻ ഉണ്ട്. മറ്റൊരാളെ ഹനിക്കാനോ അയാളെ മാനസികമായിട്ട് വേദനിപ്പിക്കാനൊന്നും ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല. അതിനൊക്കെ നിയമങ്ങളുണ്ട്. അപ്പൊ അത്തരം നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒരാളെ മോഹൻലാലിനെ വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചിട്ടുണ്ട്. മോഹൻലാൽ ചെയ്തത് അയാൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി. നമ്മൾ പലരും അവിടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പബ്ലിക്കിന് പ്രവേശനമില്ല. പക്ഷെ മോഹൻലാൽ എന്ന വ്യക്തി ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ആർമിയുടെ കൂടെ അവിടെ നിന്ന് പോകാൻ സാധിച്ചു. അത് അദ്ദേഹം ചെയ്തൊരു വലിയ പുണ്യപ്രവൃത്തിയാണ്. അവിടെ ചെന്നിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാനും പിന്നെ അദ്ദേഹത്തിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അതിനുവേണ്ടി സാമ്പത്തികമായ സഹായം വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അതിന്റെ പേരിൽ പബ്ലിസിറ്റി കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ടായി. പിന്നെ ഞാൻ സംഘടനയുടെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ട് മോഹൻലാൽ സംഘടനയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല, മോഹൻലാലിന് മാത്രമല്ല ഈ സംഘടനയുടെ ഒരു സാധാരണ വിമർശിക്കണമെന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ വിമർശിക്കപ്പെടുന്ന ഒരാള് എത്രത്തോളം വിമർശനങ്ങൾ നേരിടാൻ അർഹനാണെന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. പിന്നെ വിമർശിക്കുന്ന ഒരാള് ആൾക്ക് നല്ല ഉത്തമമായിട്ടൊരു ബോധ്യം വേണം എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്നുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ വീഡിയോ ചെയ്യാനായിട്ട്. അപ്പൊ ഇത്രയും തന്നെയുള്ളൂ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണന വെച്ചില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ.